ഹായ് മക്കളെ, എല്ലാവർക്കും അച്ചൂസ് ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓണമുറ്റത്തെ എന്ന പാഠഭാഗമായിരുന്നു 10ാം ക്ലാസ്സിലെ. അതിൻ്റെ 1ാം പാർട്ട് കഴിഞ്ഞു, 2ാം പാർട്ടാണ് ഇന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയാണ് പഠിച്ചത് എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവും, ഈണത്തിൽ ചൊല്ലി നോക്കിയിട്ടുണ്ടാവും എന്നൊക്കെ കരുതുന്നു. അപ്പോൾ ഓണത്തെ എങ്ങനെയൊക്കെയാണ് വരവേൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ പ്രകൃതി എങ്ങനെയൊക്കെയാണ് ഓണത്തെ വരവേൽക്കുന്നത്? അപ്പോൾ പ്രകൃതിയിൽ നമ്മുടെ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു വികാരമാണ്, ഭാവമാണ് ഓണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ തുമ്പപ്പൂവിനെ പറ്റി, മുക്കുറ്റിപ്പൂവിനെ പറ്റി, നെയ്യാമ്പലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തണുത്ത് വിറച്ച് നിൽക്കുന്ന തുമ്പപ്പൂവ്, അതേപോലെ തിരി കൊളുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന മുക്കുറ്റിപ്പൂവ്, ഒട്ടും ഉറങ്ങാതെ വയലുകളിലെ സ്വർണ്ണക്കിഴിയും വെച്ച് വള്ളിത്താരത്തിലെ സ്വർണ്ണക്കിഴി വെച്ചുകൊണ്ടിരിക്കുന്ന നെയ്യാമ്പലുകൾ. പിന്നെ മഹാബലി വരുന്ന ആ വഴിയിൽ മുഴുവനും കമുകിൻ പൂവരി നിറയെ പൂക്കൾ ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രകൃതി ഓണത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോടും കവി പറയാണ്, നിങ്ങളും അതേപോലെ അരുവികളും ചെറു കന്യകളും ഒക്കെ എന്ത് ചെയ്യാം? കുരവിടുകയും മാർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ മഹാബലിയെ നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി വരവേൽക്കണം എന്നാണ് കവി നമ്മളോട് പറയുന്നത്. ആരായിരുന്നു കവി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. വെല്ലോപ്പിള്ളി ശ്രീധരമേനോനാണ് എഴുതിയിട്ടുള്ളതെന്നൊക്കെ അറിയാം. ഇനി ഉഷസ്സിനോടാണ് കവി പറയുന്നത്. എന്താണ് ഉഷസ്സിനോട് പറയുന്നത്? ഉഷസ്സിനെ ആരായിട്ടാണ് കവി കാണുന്നത്? ഒരു കന്യകയായിട്ട് അല്ലെ. നാണത്തോടു കൂടി ഒരുങ്ങി വരുന്ന ഉഷസ്സിനോട് പറയാണ് മഹാബലിയെ വരവേൽക്കണം. എങ്ങനെ വരവേൽക്കണം? കാലുകൾക്ക് കഴുകിച്ച്, പന്നീർ കൊണ്ട് കാല് കഴുകിച്ച് മലയാള തറവാട്ടിന്റെ മുറ്റത്ത് തന്നെ വന്നിരുത്തണം എന്ന് പറയാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. ഇനി പറയുന്നത് ഇതുവരെ വരവേൽക്കുന്നതും മഹാബലിയെ വരവേൽക്കുന്നതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കവി കവിയെ പറ്റി തന്നെ പറയുകയാണ്. കവി കവിയെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് കവി എന്ന് പറയുന്നത്? പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റ വിധിച്ചു കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണപ്പെണ്ണും, വെച്ചിലി ഒന്ന് മുറുക്കാൻ ഒന്ന് കുറിക്കാൻ നെല്ലു കിടച്ചാലായി. ആരാണ് കവി? പഴയൊരു പുള്ളുവനാണ് കവി. പുള്ളുവ പാട്ടുകളൊക്കെ പാടുന്ന ആ പുള്ളുവൻ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ഇല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു ഓണക്കാലത്ത് വീടുകൾ തോറും പാട്ടുകൾ പാടി നടക്കുന്ന ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളീയരുടെ കർഷകരുടെ ഉത്സവം കൂടിയാണ് ഈ ഒരു ചിങ്ങം എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക വിളവെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ തന്നെ എല്ലാ വീടുകളിലും പോയി പാട്ടുകളൊക്കെ പാടി നടക്കുന്ന പുള്ളുവന്മാരുണ്ട് അല്ലെ. അപ്പൊ ആ പുള്ളുവ പാട്ടുകൾ പാടി നടക്കുന്ന ആളാണ് കവി എന്നാണ് കവി പരിചയപ്പെടുത്തുന്നത്. പിന്നെ എന്താ പറയുന്നത്? കറ്റ വിധിക്കുന്ന പെൺകൊടിമാരുടെ പുഞ്ചക്കൊയ്ത്ത് നമ്മുടെ നെല്ലിന്റെ ഒരു വിളയാണ് പുഞ്ച എന്ന് പറയുന്നത് അല്ലെ. ഒരു വിഭാഗം ആണ് ഒരു വിഭാഗം നെല്ലിനെയാണ് പുഞ്ച എന്ന് പറയുന്നത്. ഈ പുഞ്ചക്കൊയ്ത്ത് നടക്കുന്ന സമയത്ത് അവരുടെ ആ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ, അവർക്കൊന്ന് നൃത്തം ചെയ്യാൻ, അവരുടെ കരളുകൾ തുള്ളാൻ, ആ പെൺകുട്ടികളുടെ കരളുകൾ തുള്ളാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരെ ഞാനും കയ്യിലെ വീണപ്പെണ്ണും. അപ്പൊ കവിയുടെ ജോലി എന്താ? പായും കുടയൊക്കെ നെയ്യാറുണ്ട്, വെറുതെ ഇരിക്കാറില്ല. പുള്ളുവന്മാര് ആ ഒരു സമയത്ത് പുള്ളുവ പാട്ടുകളൊക്കെ പാടി കർഷകരുടെ വീടുകളിലൊക്കെ പോയി പാട്ടുകളൊക്കെ പാടും. അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കൊന്നുമില്ല, പായും കുടയൊക്കെ നെയ്യും, പല കൈവേലകളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ അടുത്ത ചെയ്യുന്നത്? ആ ഗ്രാമപ്പെൺകൊടിമാരുടെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് അവരുടെ കരളുകൾ തുള്ളാൻ വേണ്ടി, അവർക്ക് നൃത്തം ചെയ്യാൻ വേണ്ടി
നാടൻ കവിതകൾ പാടിയിരിക്കുന്ന, നാടൻ പാട്ടുകൾ പാടുന്ന ഒരു കവിയാണ്, ഒരു പാട്ടുകാരനാണ് ഈ ഒരു കവി എന്ന് പറയുന്നു. അപ്പൊ വൈലോപ്പിള്ളിയെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, വൈലോപ്പിള്ളിയുടെ കവിതകൾ ഏതൊക്കെയായിരുന്നു? കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, കയ്പവല്ലരി എന്നൊക്കെ ഇതൊക്കെ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാർഷികമായിട്ട് അല്ലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കവി വൈലോപ്പിള്ളി എന്ന് പറയുന്ന കവി പുതിയൊരു സംസ്കാരത്തിൽ ജീവിച്ച, പുതിയൊരു സംസ്കാരത്തെ പരിചയപ്പെടുത്തുന്ന അങ്ങനെ ഒരു കവിയല്ല. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ആഗോളവൽക്കരണവും മുതലാളിത്തവും ഒക്കെ വന്ന ആ ഒരു സമയത്ത് അവരെ പറ്റി എഴുതുന്ന കവിയല്ല, മറിച്ച് കർഷകരെ പറ്റി എഴുതുന്ന, പ്രകൃതിയെ പറ്റി എഴുതുന്ന കവിയാണ് വൈലോപ്പിള്ളി. അതുകൊണ്ട് തന്നെ കവി എവിടെയാണുള്ളത്? ഇപ്പോഴും കർഷകരുടെ കൂടെയാണുള്ളത് എന്ന് കവി അറിയിച്ചതാണ്. അപ്പൊ ഞാനൊരു പുള്ളുവനാണ്, ഓണക്കാലത്ത് പാട്ടുകളൊക്കെ പാടി നടക്കുന്ന, ഈ പുഞ്ചയൊക്കെ കൊയ്യാൻ വന്ന പെൺകുട്ടികളുടെ കരളൊക്കെ തുള്ളാൻ വേണ്ടി അവർക്ക് വേണ്ടി പാട്ട് പാടുന്ന ഒരു കവിയാണ് ഞാൻ എന്നാണ് കവി പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ? നെല്ല് ഇത്തിരി വെറ്റിലയോ അല്ലെങ്കിൽ നെല്ലോ കൊറിക്കാൻ കിട്ടിയാലായി. അപ്പൊ കുറച്ചൊരു കവിയുടെ സന്തോഷം എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി അവിടുന്ന് കുറച്ച് നെല്ലൊക്കെ ഇങ്ങനെ കൊറിച്ച് അല്ലെങ്കിൽ വെറ്റിലൊക്കെ മുറുക്കി അവരുടെ കൂടെ സന്തോഷിക്കുന്ന ഒരാളാണ് കവി എന്ന് കവി കവിയെ തന്നെ പരിചയപ്പെടുത്തുന്നു. അടുത്ത വരികൾ നോക്കുക. കവി രാവിലെ ഉണരും, ഓണക്കാലത്ത് ഉണരുന്ന ഞാൻ. ഓണത്തിന് കാലത്ത് തന്നെ ഉണരുന്ന കവി എങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത്? തിരുവോണ പാട്ടുകളാണ് എൻ പാട്ടുകൾ. തിരുവോണ പാട്ടുകളാണ് കവി പാടിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിന് പൊന്നിൻ ചിങ്ങം വന്നു പിറന്നു, കരഞ്ഞു ചിരിച്ചു. അങ്ങനെ ചിങ്ങത്തിന്റെ വരവിനെയാണ് പറയുന്നത്. പൊന്നിൻ ചിങ്ങം കരഞ്ഞും ചിരിച്ചും വന്നു. നമ്മൾ പറയാറുണ്ട്, എന്താ അത്തം വെളുത്താൽ ഓണം കറുക്കും, അല്ലെങ്കിൽ അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി പ്രകൃതി ഒരുങ്ങി നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇവിടെ നോക്കുക, കരഞ്ഞും ചിരിച്ചും ആണ് ഓണം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണത്തിൻ മധുരക്കറി മണിവായിൽ തേച്ചത് നൊട്ടി നുണച്ചു കളിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മധുരക്കറി മണിവായിൽ തേച്ച് ആ ഒരു മധുരം, ഓണത്തിന്റെ മധുരം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആസ്വാദനത്തില് ആ കളി കണ്ട് ഓണത്തപ്പൻ എവിടെ ഇരിക്കുകയാണ്? ഓണത്തപ്പൻ മലയാള തറവാട്ടിന്റെ അങ്കണത്തിൽ, മുറ്റത്ത് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവിടെ വെൺമണലിങ്കിലിരിപ്പൂ ഞാനും ആരാണ്? പ്രിയമകളാം വീണപ്പെണ്ണും. അവിടെ മഹാബലിയുടെ അടുത്ത് തന്നെ ആരുണ്ട്? ഞാനുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കവിയാണ് അല്ലെ. അപ്പൊ പഴയ പാട്ടുകൾ പാടുന്ന, തിരുവോണപ്പാട്ടുകൾ പാടുന്ന കർഷകരുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഈ ഒരു പുള്ളുവനായിട്ടുള്ള കവി എവിടെയുണ്ട്? മഹാബലിയുടെ അടുത്ത് തന്നെ വെൺമണലിങ്കിലിരിപ്പൂ. വെൺമണലിൽ, അവിടെ വെറും മണ്ണിലിരിക്കുകയാണ്. മഹാബലി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ഞാനും ഇരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആരുണ്ട്? പ്രിയമകളാം വീണപ്പെണ്ണും. എൻ്റെ കൊഞ്ചലോടുകൂടെയുള്ള, ഞാൻ എന്നും കൊണ്ടു നടക്കുന്ന എൻ്റെ വീണപ്പെണ്ണും കൂടെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയാണ്. പിന്നെ പറയാണ്, അപ്പോ കവി അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞാൻ ആരാണ്? പുള്ളുവനാണ്. അവിടെ എനിക്ക് ഒരുപാട്, എൻ്റെ കയ്യിൽ വീണപ്പെണ്ണുണ്ട്. ആ വീണപ്പെണ്ണിനെയും കൊണ്ടാണ്. പുള്ളുവൻ പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ല, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും പുള്ളുവന്മാര് ഒരു കയ്യിലൊരു മൺവീണയായിട്ടാണ് നടക്കുക. അപ്പൊ ആ വീണപ്പെണ്ണും കയ്യിൽ തന്നെയുണ്ട്. എല്ലാം ഒരു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ് കവി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? പഴമയിലെഴയും പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഠിക്കാമെന്ന്. അപ്പൊ എൻ്റെ പാട്ടുകൾ എങ്ങനെയുള്ള പാട്ടുകളാണ്? പഴമയിലെഴയും പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണ്. അപ്പൊ പഴയ പാട്ടുകളാണ്, പല്ലു കൊഴിഞ്ഞ പാട്ടാണ് എന്നൊക്കെ പറയും ആര്? പരിഷ്കാരികൾ. ഇന്നത്തെ പരിഷ്കാരികൾ ചിലപ്പോ എൻ്റെ പാട്ടുകളെ പറ്റി കുറ്റം പറയും. അവരെന്താണ് പറയുന്നത്? ഇതൊക്കെ പഴയ പാട്ടുകളാണ്, ഇതൊന്നും ഇപ്പൊ വേണ്ട, ഇപ്പോഴുള്ള നമുക്കൊന്നും ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിഷ്കാരികൾ, ഇന്നത്തെ പരിഷ്കാരികൾ പറഞ്ഞേക്കാം ഇതൊക്കെ പഴയ പാട്ടുകളാണ്, പല്ല് കൊഴിഞ്ഞ പാട്ടാണ് എന്ന് പറഞ്ഞ് എന്നെ എന്താ പറയുന്നത്? അരിയും പഴമോടരിയും പപ്പടവും തന്നാവത് വേഗം അയക്കാൻ നോക്കാം എന്നാണ് പറയുന്നത്. വരികൾ നോക്കുക.
അപ്പോൾ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗം അയക്കാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ ആൾക്കാർ ചിലപ്പോൾ ഞാൻ വീടുകളിൽ പോയാൽ പാട്ട് പാടാൻ പോയാൽ അരിയും പപ്പടമൊക്കെ തന്ന് പെട്ടെന്ന് എന്നെ തിരിച്ചയക്കാൻ വേണ്ടി നോക്കും. പണ്ടുള്ളവർ എങ്ങനെയായിരുന്നു? വെറ്റിലയൊക്കെ മുറുക്കാൻ തന്ന് അവിടെ കുറച്ച് നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പാട്ടുപാടി സന്തോഷിച്ച നാളുകളും. പക്ഷെ ഇന്നെന്താണ് പറയുന്നത്? ഇന്ന് ഞാൻ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോൾ പഴയ പാട്ടുകളാണെന്ന് പറഞ്ഞ് എന്നെ പെട്ടെന്ന് തന്നെ അവര് അരിയും പപ്പടമൊക്കെ തന്ന് എന്നെ തിരിച്ചയക്കാൻ നോക്കും. ഇവരറിയുന്നീൽ എന്നെ അഭിമാനം. എന്താണ് കവിയുടെ അഭിമാനം? അപ്പൊ നോക്കണം, എന്താണ് കവിയുടെ അഭിമാനം? പുള്ളുവനാണ് കവി എന്ന് പറയുന്നു. ഒരു മടിയുമില്ല കവിക്ക് പറയാൻ വേണ്ടി. തിരുവോണപ്പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നു. അപ്പൊ അതാണ് കവിയുടെ അഭിമാനം. മഹാബലിയുടെ അടുത്ത് വെൺമണലെങ്കിൽ ഇരുന്ന് വീണപ്പെണ്ണുമായിട്ട് പാട്ടുപാടി ഇരിക്കുന്നതാണ് കവിക്ക് അഭിമാനമുള്ളത്. ഇവരറിയുന്നില്ല. ഇന്നത്തെ ആൾക്കാർക്കുണ്ടോ എൻ്റെ അഭിമാനം അറിയുന്നു? ഇന്നത്തെ ആൾക്കാർ ഓണം എന്ന് പറയുന്നത്, ഓണത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് കവി ഇവിടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിശദീകരണം ഒന്നും ഇല്ലാതെ തന്നെ കവി ഒരു വലിയൊരു മാറ്റം, ഓണത്തിന്റെ വലിയൊരു മാറ്റത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ മാറ്റം? പഴയത് കാർഷിക സംസ്കാരമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ തന്നെ ആദ്യം കവി എടുത്തു പറഞ്ഞു. പ്രകൃതി പോലും ഓണത്തെ സ്വീകരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ഇന്നത്തെ പരിഷ്കാരികൾ ഈ ഒരു തിരുവോണപ്പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത, പുള്ളുവപ്പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത, എന്തിന് മഹാബലിയെ പോലും അവരെന്ത് ചെയ്യുന്നില്ല, അവര് കാര്യമായിട്ട് സ്വീകരിക്കുന്നില്ല, ആദിത്യ മര്യാദയോടുകൂടി സ്വീകരിക്കുന്നില്ല. ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് TV ചാനലുകൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് അതിനുവേണ്ടി അവരുടെ കോമാളിത്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ജനതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ തിരുവോണ പാട്ടുകളില്ല, പൂക്കളമില്ല. പൂക്കളം എങ്ങനത്തെയാണ്? ഇവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന പൂക്കള് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരികയാണ്. എന്തിന്? ഇല പോലെ സദ്യ വിളമ്പുന്ന ഓണ വിഭവങ്ങള് നമ്മള് കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരികയാണ്. പാക്കറ്റിലാക്കി കിട്ടുന്ന ഓണ വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല, എന്തിന്? ഓണ സദ്യ വിളമ്പുന്ന ഇല പോലും നമുക്ക് പേപ്പർ ഇലകളോ അല്ലെങ്കിൽ മറ്റു ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്ന ഇലകളോ ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയും ഓണത്തെ മാറ്റിയെടുക്കുന്ന ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത് കവി ഇഷ്ടപ്പെടുന്നില്ല. കവി ഇഷ്ടപ്പെടുന്നത് പഴയ സംസ്കാരമാണ്, പഴയ പാട്ടുകളാണ്. അതുകൊണ്ട് കവി അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അടുത്ത വരികൾ നോക്കൂ. ഈ കവിയുടെ അഭിമാനത്തിന്റെ ഒന്നുകൂടെ പറയാണ്. എൻ്റെ മുന്നിൽ ഗോമേതകമെഴിമിന്നുന്ന കനകസിംഹാസനത്തിൽ, കാഞ്ചന സിംഹാസനത്തിൽ ആരിയ്ക്കുന്നുണ്ട്? മഹാബലി ഇരിക്കുന്നുണ്ട്. അപ്പൊ കവിയുടെ അടുത്ത് തന്നെ ഗോമേതകമെഴിമിന്നുന്ന കാഞ്ചന സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാബലി ഉണ്ട്. അപ്പൊ ആ മഹാബലി, ഗോമേതകമെഴി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നവരത്നങ്ങളിൽ ഒന്നാണ് ഗോമേതകം എന്ന് പറയുന്നത്. ഈ നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ള ഗോമേതകം ഉള്ള സിംഹാസനം, ഗോമേതകത്തിന്റെ മെഴി മിന്നുന്ന സിംഹാസനത്തിലാണ് മഹാബലി ഇരിക്കുന്നത്. അപ്പൊ അത്രയും മഹാബലിയെ നമ്മൾ അത്രയും വലിയ വിരുന്നുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അത്രയും വലിയ വിരുന്നുകാരന്റെ അടുത്ത് തന്നെ സ്ഥാനമുള്ള ആളാണ് ഈ ഒരു കവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കവിക്ക് അഭിമാനമാണെന്ന് കവി എടുത്തെടുത്ത് പറയുന്നു. മുത്തുക്കുടയും ചൂടിയിരിപ്പു മൂവുല കാണ്ട മഹാബലിമെന്ന്. അപ്പൊ ഗോമേതകം എഴുമിന്നുന്ന കാഞ്ചന സിംഹാസനത്തിൽ മഹാബലി മുത്തുക്കുടയും ചൂടിയിരിക്കുന്നുണ്ട്. മൂന്നുല കാണ്ട മഹാബലി, 3 ലോകത്തെയും ഭരിച്ചിട്ടുള്ള, അല്ലെ 3 ലോകത്തും പ്രശസ്തി നേടിയിട്ടുള്ള ഈ ഒരു മഹാബലി എന്ന് പറയുന്നത്. ഈ ഒരു മഹാബലി എവിടെ തന്നെ ഉണ്ട്? മലയാള തറവാട്ടിന്റെ അങ്കണത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ പരിഷ്കാരികളുടെ കൂടെയല്ല മഹാബലി ഉള്ളത്. മഹാബലി ഉള്ളത് എവിടെയാണ്? കവി എവിടെയാണോ ഉള്ളത്? കർഷകരുടെ കൂടെ, അല്ലെങ്കിൽ ഓണം പാരമ്പര്യമായിട്ട് ഓണത്തെ വിശ്വസിക്കുന്ന ആഘോഷിക്കുന്നവരുടെ കൂടെയാണ് കവി ഉള്ളത്. ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് പരിഷ്കാരികളായിട്ടുള്ളവർ നൽകുന്ന ഓണത്തിന്റെ കൂടെയല്ല മഹാബലി ഉള്ളത്. അതുകൊണ്ട് തന്നെ കവിക്ക് അഭിമാനമാണെന്ന് കവി എടുത്തു പറയുന്നു. അപ്പൊ ഇതില് 2 രീതിയിൽ നമുക്ക് പറയാം. ഓണത്തിന്റെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ പുള്ളുവൻ പാട്ടുകൾ ഓണത്തിന് പാടുന്ന പാട്ടുകളാണെന്നും ഓണവും കാർഷികമായിട്ട്, കൃഷിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. മറ്റൊന്ന് വൈലോപ്പിള്ളി തന്നെ കുറിച്ച് പറയാണ്. വൈലോപ്പിള്ളിയെ കുറിച്ച് തന്നെ പറയാണ്. അപ്പോൾ കവിയുടെ പാട്ടുകള്
വൈലോപ്പിള്ളി കവിതകളെല്ലാം ഒരേ രീതിയിലാണ്, പിന്നെ അല്ലെങ്കിൽ എല്ലാം കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്ക് കവി കൊടുക്കുന്ന ഒരു മറുപടി കൂടിയാണ് ഇത്. പാരമ്പര്യം ഇഷ്ടപ്പെടുന്ന, ഓണത്തെ ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന കവിയാണ് ഞാനെന്നും അതിൽ ഇപ്പോഴുള്ള ആൾക്കാർ എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, എൻ്റെ കവിത ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ കവിതകൾ കൊണ്ട് അഭിമാനിക്കുന്ന ആളാണെന്നും കവി പറയുന്നതായിട്ട് നമുക്കിതിൽ കാണുന്നു. നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നോക്കാം. എല്ലാവരും നന്നായിട്ട് പാടി നോക്കണം, നന്നായിട്ട് ഈണത്തിൽ ചൊല്ലി നോക്കണം. ഈണത്തിൽ ചൊല്ലുകയും അതിൻ്റെ വരികളിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും വേണം. അർത്ഥം അറിയാത്ത അർത്ഥങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് നോക്കാം. മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് കാവ്യഭാഗത്തുനിന്നും കണ്ടെത്തി സ്വന്തം വാക്യത്തിൽ അവതരിപ്പിക്കുക എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്വന്തം വാക്യത്തിൽ അവതരിപ്പിക്കേണ്ടത് നിങ്ങൾ അവതരിപ്പിക്കണം. ആ എഴുത്ത് നിങ്ങളുടേതായ രീതിയിൽ തന്നെ ആക്കി എഴുതണം. എന്തൊക്കെയാണ് കാവ്യഭാഗത്തുനിന്ന് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. എങ്ങനെയൊക്കെയാണ് മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത്? തുമ്പകൾ പൂക്കുടുകൾ നിറച്ച് മേടുകൾ തോറും മഴ കൊണ്ട് വിറച്ചു നിൽക്കുന്നു. തിരികൾ തെറുത്ത് ദീപം കൊളുത്തുന്നതിന് യോജിച്ച മുഹൂർത്തം നോക്കി കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ മുക്കുറ്റികൾ ദീപക്കുറ്റികൾ നാട്ടി കാത്തിരിക്കുന്നു. വയലേലുകളുടെ നടുവിൽ പൊൻപ്രഭ ചൊരിയുന്ന കിഴികളെരിയുന്ന വെള്ളിത്താലവും എടുത്ത് നെയ്യാമ്പലുകൾ ശോഭിക്കുന്നു. രാവിൽ നിറഞ്ഞ നിലാവിൽ കമുകിൻ പൂക്കുല വിടർന്നു നിൽക്കുന്ന വഴിയിലൂടെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു. കുട്ടികളുടെ വിളികളാലും അലകടലുകളുടെയും കൊച്ചരുവികളുടെയും ചെറുകന്യകമാരുടെയും വായ്ക്കുരവുകളാലും അവർ ഓണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഴിക്കാമെന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗം അയക്കാൻ നോക്കാം. ഇവരറിയുന്നീലെന്നഭിമാനം. കേരളത്തിൻ്റെ തനിമയാർന്ന സാംസ്കാരിക പൈതൃകത്തിലുള്ള കവിയുടെ അഭിമാനബോധമാണോ ഈ വരികളിൽ തെളിയുന്നത്? ഓണക്കാലത്ത് വീടുകൾ തോറും വരുന്ന പുള്ളുവനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കവി താൻ പഴയൊരു പുള്ളുവനാണെന്നും ഓണക്കാലത്ത് വരുന്ന തൻ്റെ പാട്ടുകൾ ഓണപ്പാട്ടുകളാണെന്നും മലയാള തറവാട്ടിൻ്റെ അങ്കണത്തിൽ വെൺമണലിലിരുന്ന് പാടുന്ന തൻ്റെ കയ്യിൽ തൻ്റെ പ്രിയമകളായ വീണപ്പെണ്ണുണ്ടെന്നും പറയുന്നു. പഴമയുടെ പാട്ടുകളാണ് ഞാൻ പാടുന്നതെന്ന് പരിഷ്കാരികളായവർ പഴിച്ചേക്കാം. പഴവും അടയും അരിയും തന്ന് ആവതും വേഗം തന്നെ മടക്കി അയക്കാൻ അവർ തയ്യാറായേക്കാം. എന്നാൽ ഞാനൊരു കാലത്ത് മലയാളക്കരയെ സംരക്ഷിച്ച മാവേലി മന്നന് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് പാടുന്നത്. മലയാള തനിമയുടെയും സംസ്കാരത്തിൻ്റെയും പാട്ടുകളാണ് ഞാൻ പാടുന്നത്. ഈ യാഥാർത്ഥ്യം ഇന്നത്തെ പരിഷ്കാരികൾ അറിയുന്നില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തത്, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ്. വർത്തമാനകാലത്ത് ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണെന്ന് ചർച്ച ചെയ്ത് ലേഖനം തയ്യാറാക്കുക എന്നതാണ്. ലേഖനം തയ്യാറാക്കാനാണ് അതിൻ്റെ സൂചനകൾ ഞാൻ പറയാം. അത് വെച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടതാണത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണാഘോഷം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ്. കേരളം ഭരിച്ചിരുന്ന മാവേലി പാതാള ലോകത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. അപ്പോൾ ആണ്ടിലൊരിക്കൽ താൻ സ്നേഹിക്കുന്ന പ്രജകളെ കാണാൻ വേണ്ടി മാവേലി തമ്പുരാൻ എന്ത് ചെയ്യാണ്? നമ്മുടെ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ ഐതിഹ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഐതിഹ്യം നിങ്ങൾ ഉപന്യാസമോ ലേഖനമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ഐതിഹ്യം എഴുതാം. ഇനി അടുത്തത് രണ്ടാമത്തെ സൂചനയാണ്, കേരളത്തിലെ ജനങ്ങൾ ജാതിഭേദമോ ദേശഭേദമോ ഇല്ലാതെ തിരുവോണം ആർഭാടമായി ആഘോഷിക്കുന്നു എന്നതാണ്. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മൾ പൂക്കളം തീർത്തും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും തിരുവാതിരയും തുമ്പിതുള്ളലും മറ്റു നാടൻ കലകളൊക്കെ ഒരുക്കി ഓണാഘോഷം ആർഭാടമായി കൊണ്ടാടുന്നതായിട്ട് പറയാം. മൂന്നാമത്തെ സൂചന, കാർഷിക കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവം കൂടിയാണ് ഓണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓണവും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ചിങ്ങക്കൊയ്ത്ത് കഴിഞ്ഞ് പുന്നല്ലരിയും മറ്റ് കാർഷിക വിളകളും
ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. കേരളത്തിൻ്റെ തനത് കായിക ആഘോഷമായ വള്ളംകളിയും ഓണാഘോഷത്തിൻ്റെ പ്രത്യേകതയായിട്ട് കൊണ്ടാടുന്നു. ഇനി ഓണത്തിൻ്റെ മാറി വന്നൊരവസ്ഥയെ പറ്റിയാണ് നാലാമത്തെ സൂചനകൾ. കാലപ്രവാഹത്തിൽ ഓണാഘോഷത്തിൻ്റെ രീതികൾ മാറ്റിമറിക്കുവാൻ മലയാളികൾ തയ്യാറായിരിക്കുന്നു എന്ന വാസ്തവം മറന്നുകൂടാ. ചിങ്ങകൃഷി നാമമാത്രമായിരിക്കുന്നു. പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഓണസദ്യകൾ നമ്മൾ മറ്റ് ഹോട്ടലുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ പാക്കറ്റുകളിൽ കിട്ടുന്ന ഓണവിഭവങ്ങൾ ഓണമേശയെ അലങ്കരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, വാഴയില പോലും ഹോട്ടലുകളിൽ നിന്നും വാങ്ങുന്നതായിട്ട് നമ്മൾ ഈ ഒരു ഓണാഘോഷത്തിൽ കാണുന്നു എന്നുള്ളതാണ്. ഉപഭോഗ സംസ്കാരം നമ്മുടെ ഈ ഒരു അതേപോലെ മത്സരമൊക്കെ തന്നെ ഓണാഘോഷത്തിനെ മാറ്റു കുറച്ചിരിക്കുന്നുവെന്ന് എന്നത് അടുത്ത സൂചനയായിട്ട് വരാം. ഇങ്ങനെ ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ് എന്ന പ്രസ്താവന വർത്തമാനകാലത്ത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിതിൽ നിന്ന് കണ്ടെത്തി എഴുതുക. പ്രസക്തമായിരിക്കുന്നു എന്നാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഓണത്തിൻ്റെ ഒരു അവസ്ഥകളൊക്കെ തന്നെ അതിൽ എഴുതാൻ പറ്റും. അടുത്തത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ സന്ധി നേരത്തെ എടുത്തതാണ്. ആ സന്ധിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. അരിയിട്ട് എങ്ങനെയാണ് പിരിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സന്ധി ചെയ്തതാണ്. അരിയിട്ട്, അരി അധികം ഇട്ട്. തിരുവോണം, തിരു അധികം ഓണം. അണുവിട, അണു അധികം ഇട. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കണ്ടെത്തി നിങ്ങൾ എഴുതി നോക്കുക. ഒരു ക്വസ്റ്റ്യൻ: തിരികൾ തെറുത്തു കൊളുത്താനുറ്റ മുഹൂർത്തം കാത്ത് കുഴഞ്ഞുമടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പൂ നറുമുക്കുറ്റികൾ. വരികളിലെ വാങ്മയ ചിത്രത്തിൻ്റെ ഭംഗി വിശദമാക്കുക. ആൻസർ: തിരികൾ തെറുത്ത് കൊളുത്താൻ യോജിച്ച മുഹൂർത്തം കാത്ത് കുഴഞ്ഞ കൈവിരലോടെ ദീപക്കുറ്റിയുമായി നിൽക്കുന്ന മുക്കുറ്റിയുടെ സൗന്ദര്യത്തെയാണ് വാക്കുകളിലൂടെ വരച്ചു കാണിക്കുന്നത്. തിരിയോടുകൂടി വളർന്നു നിൽക്കുന്ന മുക്കുറ്റിയെ ഉചിതമായി വർണ്ണിക്കാൻ ഈ വാങ്മയ ചിത്രത്തിലൂടെ വൈലോപ്പിള്ളിക്ക് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: മഞ്ഞാൽ ഈറനൊടുത്തൊരു പാവനഭാവം. അടിവരയിട്ട പദം വിഗ്രഹിക്കുക എന്ന ക്വസ്റ്റ്യനാണ്. ഇതിൽ അടിവരയിട്ടത് പാവനഭാവം എന്നതാണ്. എങ്ങനെയാണ് വിഗ്രഹിക്കുക? പാവനമായ ഭാവം എന്നാണ് വിഗ്രഹിക്കുക. പാവനമായ ഭാവം. അടുത്ത ക്വസ്റ്റ്യൻ: നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോട് പരുങ്ങിയൊരുങ്ങിടും ഓണക്കോടി ഉടുത്തുലുഷസേ. പ്രഭാതത്തെ മനുഷ്യഭാവത്തിൽ അവതരിപ്പിച്ചതിൻ്റെ സൗന്ദര്യം വിശകലനം ചെയ്യുക. പ്രഭാതത്തിൻ്റെ സൗന്ദര്യത്തെ ഉചിതമായി അവതരിപ്പിക്കാനാണ് വർണ്ണനയ്ക്ക് മാനുഷിക ഭാവം പകർന്നിരിക്കുന്നത്. മാനുഷിക ഭാവം: കുന്നിൻ്റെ പിന്നിൽ നിന്നും ചുവന്ന കൈവിരലുകൾ നീട്ടിയാണ് പ്രഭാത സൂര്യൻ എത്തുന്നത്. തുടുത്തു ചുമന്ന പ്രഭാത സൂര്യനെയാണ് കവിള് തുടുത്ത മാനുഷികാവസ്ഥയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ചുവന്ന രശ്മിക്ക് പിന്നാലെ എത്തുന്ന ഇളം മഞ്ഞ പ്രകാശത്തെ ഓണക്കോടിയായി പറഞ്ഞിരിക്കുന്നു. ഈ വർണ്ണനയെല്ലാം മാനുഷിക ഭാവങ്ങളുമായും അവസ്ഥാവിശേഷങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതിലുള്ളത്. എല്ലാവരും തന്നെ എഴുതി നോക്കുക.